ഈ വലുപ്പം മതി അമ്മേ. ആ ഇത് മതി മോളെ, പക്ഷെ കുറച്ചുകൂടെ പയറ് വേണം. മോള് പോയി എടുത്തോണ്ട് വാ. ഇളയ സന്താനം വലിയൊരു ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. എന്ത് ലിസ്റ്റ്? ശനിയാഴ്ചത്തേക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റ്. നന്നായി പോയി, തന്നെത്താൻ വരുത്തി വെച്ചല്ലേ, അനുഭവിച്ചോ. എന്താ അച്ഛാ, 2 പോലീസുകാർ പറമ്പിലൂടെ വരുന്നു. അതിന് മോൾ എന്തിനാ പേടിക്കുന്നത്? മോൾ ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കാൻ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ അപകടത്തിലാക്കും. അവരെന്തിനാ നമ്മുടെ പറമ്പിലൂടെ വരുന്ന? എനിക്കറിയില്ല. അവിടെ എങ്ങനെയാണോ ജോർജ്? പേടിക്കരുത്. ഇപ്പൊ അവര് വന്ന് ബെല്ലടിക്കും. അപ്പൊ മോളെ ഒന്ന് വാതിൽ ഉറക്കണം. ഞാനോ? മോക്ക് അച്ഛനെ വിശ്വാസമുണ്ടോ? എങ്കിൽ അച്ഛൻ പറയുന്ന മോൾ അനുസരിക്കേ. ചെല്ല് ചെല്ല് ചെല്ല്. അവരമ്മ അന്വേഷിച്ചാ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. അവിടെ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന സരിത എന്ന പെൺകുട്ടിയുടെ ഭർത്താവ് കള്ളു കുടിച്ച് മർദ്ദിക്കുന്നു, ഒന്ന് അന്വേഷിക്കണമെന്ന്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നത്. ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും അറിയാമെന്ന്. പിന്നെ രഹസ്യമായി അവരൊരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങളാണ് ഈ വിവരം പോലീസിൽ അറിയിക്കാൻ പറഞ്ഞത്, ശരിയാണോ? ശരിയാണ് സാർ, ഞാനാ പറഞ്ഞത്. ഈ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. സ്ത്രീകളുടെ നിയമത്തിലുള്ള സംരക്ഷണം പലരും ദുരുപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാൻ വേണ്ടി വന്നേ ഉള്ളൂ. ആ സ്ത്രീ പറയുന്നതെല്ലാം സത്യമാണോ? അതെ സർ. ഇതാ സ്ത്രീ പറഞ്ഞറിവാണോ അതോ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്. ഡോ അവരെ വിളിക്ക്. നിങ്ങൾ പറഞ്ഞിട്ട് അവരിത് ചെയ്തതെന്ന് അയാൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല സാർ. ഓഹോ, എന്നാ അറിയണ്ട. അതാ പെങ്കൊച്ചിന് നല്ലത്, മനസ്സിലായോ? ഡാ ഇതുവരെയുള്ളത് ഞാനങ്ങ് മറക്കുക. ഇനി ഇവളെ നീ തല്ലിന്ന് അറിഞ്ഞാ എന്റെ സ്വഭാവം മാറും. ഇല്ല സാർ, ഞാൻ ചെയ്യില്ല. എന്നാ നിനക്ക് കൊള്ളാം. രണ്ടുപേരും നാളെ രാവിലെ സ്റ്റേഷനിൽ വന്ന് CSRനെ കണ്ടോളണം. ശരി സാർ. എന്നാ പൊക്കോ. ഇനി ഇവന് ഉപദ്രവിച്ച സ്റ്റേഷനിലെ നമ്പർ അറിഞ്ഞൂടെ? അങ്ങോട്ട് നേരിട്ട് വിളിച്ചാൽ മതി. സബ് കളക്ടറുടെ ഓഫീസ് വഴി വിളിപ്പിക്കണ്ട. പറഞ്ഞ മനസ്സിലായില്ലേ? ശരി സർ. എന്നാ ശരി, വരട്ടെ ചോറുട്ടി, കാണാം. കൊന്നിട്ട് സുഖമായിട്ട് ഉറങ്ങുകയാണല്ലേ? എവിടെടി എന്റെ മകൻ? എങ്ങനെ നീ അവനെ കൊന്നത്? നിന്നോട് പറഞ്ഞത് പറയാൻ. നീ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. അറിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. മോളെ 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 അമ്മയോ? സ്വപ്നം കണ്ടതാ. ഒന്നുമില്ല, അച്ഛനെ ഇതിലേക്ക് വന്നില്ലേ? സ്വപ്നം കണ്ടതാ. പേടിക്കാനൊന്നുമില്ല, നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഫ്രീക്വൻസി നന്നായി കുറഞ്ഞല്ലോ. മോളൊന്ന് പുറത്തേക്കിരിക്കൂ.
ഇപ്പം എന്തായിരിക്കും ഇങ്ങനെ വരാൻ കാരണം? ഒരു പക്ഷെ പോലീസുകാർ വീട്ടിൽ വന്നില്ലേ, അത് ട്രിഗർ ചെയ്തതായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവളെ വിടണ്ടാന്ന്. അതിലൊന്നും ഒരു കാര്യമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളുമായി അഞ്ചു പൊരുത്തപ്പെടുന്നത് തന്നെയാണ് നല്ലത്. എത്ര നാൾ നമുക്കിങ്ങനെ ഒളിച്ചു കൊണ്ടുപോകാൻ പറ്റും? ഇനി കൗൺസിലിംഗ് വരട്ടെ, നമുക്ക് നോക്കാം. മനസ്സിലുള്ള ഭയം നമ്മൾ എത്രയൊക്കെ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ട്രിഗർ ചെയ്യും. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറില്ല, സമയമെടുക്കും. നിങ്ങൾ രണ്ടുപേരും പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യം, അഞ്ജുന് ഫിറ്റ്സ് വന്ന ഹിസ്റ്ററി ഉള്ള ആളായതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഇനി ഒരു ഫിറ്റ്സിലേക്ക് പോകാതെ നോക്കണം. കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം? ഒരുപക്ഷെ അത് ഗുണം ചെയ്തേക്കാം, ചിലപ്പോൾ ഒരു ഗുണവും ചെയ്തില്ല എന്നും വരും. അത് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇപ്പോഴും അവളെ ഞങ്ങൾ തനിച്ചാ കടത്താറ്. നല്ലത്, ഞാനെന്ന് പറഞ്ഞായിരുന്നല്ലോ. ലെറ്റ് ഹാൻഡിൽ ഹെർ സെൽഫ്. അഞ്ജുവിൻ്റെ പ്രശ്നങ്ങളെ മറികടക്കാൻ അഞ്ജുവിന് മാത്രമേ കഴിയൂ. പിന്നെ നമ്മൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അവളെ കുറ്റം പറയാൻ പറ്റില്ല ജോസേ. നീ കൊന്നത് അവളുടെ ചേട്ടനെയല്ലേ? അമ്മയെ ഞാൻ കൊല്ലാൻ വേണ്ടി ചെയ്തതാണോ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ കാരണം 2 കുടുംബവും അനാഥമായത്. നിന്റെ കാശിനോടുള്ള ആർത്തിയാണ് ഇതിനൊക്കെ കാരണം. അങ്ങനെ പറയല്ലമ്മേ, ഞാനായിട്ട് ചോദിച്ചതല്ലോ. അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് മോഹിപ്പിച്ചതല്ലേ. എന്നിട്ട് എനിക്കൊരു ആവശ്യം വന്ന് ചോദിച്ചപ്പോഴൊക്കെ അവരെ ഒരുമാതിരി വട്ടം കിടക്കുമല്ലായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ജീവനല്ലേ പോയത്. അമ്മയോട് അവൾക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. അമ്മ അവളോടൊന്ന് സംസാരിക്കണം. എന്നെ അവളുടെ വീട്ടിൽ കയറ്റുന്നത് തന്നെ അവളുടെ നല്ല മനസ്സ് എന്ന് കരുതി ഞാൻ പറഞ്ഞ അവള് നിന്നെ വീട്ടിൽ കയറ്റുമെന്ന് തോന്നണ്ട. ഈ 6 വർഷം അവളുടെ വീട്ടുകാർ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ അമ്മയല്ലേ സഹായിച്ചത്. അമ്മ പറഞ്ഞ അവൾ കേൾക്കും. എൻ്റെ മകനില്ലേ, അവനിൽ എനിക്കൊരു അവകാശമില്ല. നീ കൂടുതൽ അവകാശത്തെ പറ്റിയൊന്നും ഇപ്പൊ സംസാരിക്കാൻ നിൽക്കണ്ട. നീ ആദ്യം നിനക്കൊരു വരുമാന മാർഗം സംഘടിപ്പിക്കേ. ഇതിപ്പോ നിന്റെ തറവാടല്ല, നിന്റെ അനിയന്റെ വീടാണ്. ഞാൻ തന്നെ ഇവിടെ അധികം പറ്റും, അത് നീ മനസ്സിലാക്കണം. ഞാൻ മേരിയെ പോയിന്ന് കാണാം. പെട്ടെന്നൊരു മാറ്റം അവളിൽ നിന്ന് നീ പ്രതീക്ഷിക്കണ്ട. നമുക്ക് നോക്കാം. എന്ത് പറയാനാ? ഇവളോട് നേരിട്ട് തന്നെ ചോദിച്ചു. ഇവളുടെ ഒരുക്കം അല്ലാന്ന് പറയാൻ പിന്നെ ഇച്ചായം വെറുതെ പറയാം. എപ്പോ വരും? ഇവിടെ ഉണ്ട്. ഫ്രണ്ടിന്റെ ബൂട്ടിക്കുന്ന പുറത്തു പോയത് മോനെ. ഇപ്പൊ വരും. വാ. ട്യൂഷനാ. ടേബിളിലൊന്നും കാണാനില്ലല്ലോ. നല്ല വിശപ്പുണ്ട് കേട്ടോ. സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ എടുത്തു. ഇപ്പൊ കൊണ്ടുവരാം. ഇവന്റെ പോക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തു പറ്റി? കൂടെയുള്ള 2 പേർക്ക് ഈ ആഴ്ച അസൗകര്യ, അതുകൊണ്ട് ഈ മന്ത് ഇന്നിലേക്കാക്കി. പുതിയതായിട്ടൊന്നും കിട്ടിയില്ലല്ലേ? ഇല്ലങ്ങളെ. ഇനി എന്തെങ്കിലും അറിയാമെങ്കിൽ തന്നെ ആ കുട്ടി ഇത് പറയുമോ? ക്രൈം ചെയ്തയാൾ ഒരിക്കലും അത് പറയില്ല. കാരണം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആർക്കാ? അയാൾക്ക് തന്നെ. പക്ഷെ അതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ കാര്യം അങ്ങനെയല്ല. അവരുടെ കയ്യിൽ നിന്ന് പിടികൂടാൻ പറ്റും. വർഷങ്ങൾ കഴിയും തോറും അത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താ? അവരുടെ പേടി കുറയും, കോൺഫിഡൻസ് കൂടും. ഈ വർഷം കൂടെ ഇവർ ഒരുമിച്ചുള്ളൂ കേട്ടോ. മോനൊന്ന് ശ്രമിച്ചു നോക്കത്ര. മോൻ ആ കുട്ടിയുടെ കൂടെയാണ് പഠിക്കുന്നത് അറിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കിയെന്നേ ഉള്ളൂ. ഇനി അതിന്റെ പേരിൽ നീ പഠിത്തമൊന്നും ഉറപ്പരുത് കേട്ടോ. ഇല്ലങ്ങളെ. ഇവനെ ക്രൈം ത്രില്ലറുടെ വലിയ ഫാനാ. അത് തന്നെ അവൻ്റെ ഒരു സ്പിരിറ്റും. നിന്നെ പോലെ ഒരു പോലീസുകാരനാവണം അവൻ്റെ വലിയ ആഗ്രഹം. ആണോ? ആ